ഇത് ടോട്ടൽ 2 കിലോ 600 ഗ്രാമാണ്. 4 കോടിന് മേലുണ്ട് ഇന്നത്തെ വിലക്ക്. ഞാൻ പറഞ്ഞില്ല, ഞാൻ തുടങ്ങിയത് 2007 എനിക്ക് പവനിൽ പറയാൻ അറിയില്ല. 10 പവനോ 15 പവനോ ഇട്ട് പോകുന്ന ആൾക്കാരുടെ അടുത്ത് ആയുധം ഉണ്ടാവില്ല. ഞാൻ ഇത്ര ഇട്ട ആൾ ഒന്നും ഇല്ലാണ്ട് പോകില്ല ആ ഭയം അവർക്ക് ഉണ്ടാവും. ഇത് ചെറിയൊരു സംഭവമാണ്, ഒരു വളയാണ്. കാണാൻ ഇങ്ങനെയുള്ളൂ. 140 18-20 പവൻ വരും. ഇത്രയും ഗോൾഡ് ധരിച്ചെടുക്കുന്ന ധരിച്ചിട്ട് ഒറ്റക്ക് നടക്കുന്ന ഇന്ത്യയിൽ ഞാൻ ഒറ്റ. ഹലോ നമസ്കാരം. സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിത് തൃശ്ശൂരാണുള്ളത്. ഓണാഘോഷമാണ്, ഓണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഓണത്തിന് നമ്മൾ കാണിക്കുന്നത് ഒരു വെറൈറ്റി ഗസ്റ്റിനാണ്. സാധാരണ മാവേലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ വേറൊരു ആളെ കാണിക്കാൻ പോകുന്നത്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പിന്നിൽ ഞാനൊരു വർഷമാണ് നടന്നത് അദ്ദേഹത്തിന് കണ്ടുമുട്ടാൻ വേണ്ടിയിട്ട്. ഗോൾഡ് മാൻ ഓണം ത്തിന് ഞാൻ കാണിക്കുന്ന വ്യക്തിയാണ് ഗോൾഡ് മാൻ. സ്വർണം ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണെന്ന് പറയുന്നു. ഇദ്ദേഹമാണ് എനിക്കറിവിൽ കേരളത്തിലാണോ? ഞാൻ താമസം കർണാടക. അല്ല, ഇത്രയും ഗോൾഡ് ധരിച്ചെടുക്കുന്ന ധരിച്ചിട്ട് ഒറ്റക്ക് നടക്കുന്ന ഇന്ത്യയിൽ ഞാൻ ഒറ്റ. ഇന്ത്യയിൽ ഇത്രയും ഗോൾഡ് ധരിച്ചെടുക്കുന്ന ഒരു മാനാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇത് എത്ര ഉണ്ടാവും ഇപ്പം? സാർ, ഇത് ടോട്ടൽ 2 കിലോ 600 ഗ്രാമാണ്. എനിക്ക് പവനിൽ പറയാൻ അറിയില്ല. 2 കിലോ 600 ഗ്രാം. 600 ഗ്രാം ഗോൾഡ് ആണ്. പ്യൂർ 916 ഗോൾഡ് ആണ്. വാച്ച് ഗോൾഡ് അല്ല, ചെയിൻ 18 ക്യാരറ്റ് ഗോൾഡ്. അത് ബാക്കിയെല്ലാം 22 ക്യാരറ്റ് ആണ്. ഒക്കെ 22 അല്ലേ? ഇത് സാറിന് എപ്പോഴാണ് ഇതിനോടൊരു ബ്രഹ്മം തോന്നിയത്? സാർ, ഞാൻ തുടങ്ങിയത് 2007 ഞാൻ ആദ്യം സാധാരണ സ്ത്രീകളും ഒക്കെ ആണല്ലോ കൂടുതൽ ഗോൾഡ് ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ സാറിന് എങ്ങനെയാണ് ഇതിനോട്? ഇത് എനിക്ക് ചെറുപ്പത്തിന് ഗോൾഡ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ബട്ട് ഇൻസ്പയർ ആയത് ഞാൻ ഒരാളെ കണ്ടിട്ടാ. അയാളെ പേരാണ് യോയോ ഹണി സിംഗ്, ഒരു റാപ്പ് സിംഗറാണ് പഞ്ചാബിന്റെ. അയാൾ ഒരു വാച്ചിന്റെ കൂടെ 2 വള ഇട്ടിട്ട് മുംബൈയിൽ ഒരു പാട്ട് പാടുമ്പോൾ ഞാൻ കണ്ടതാ. ഓക്കെ, അവിടുന്ന് ഞാൻ അവിടുന്ന് ഇൻസ്പയർ ആയതാണ്. പിന്നെ കർണാടക വന്ന് ഒരു വള ഒരു 3-4 മോതിരിട്ട് നടന്ന് ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പം അങ്ങനെ ഇതുപോലെ ആയതാ, വേറെ ഒന്നുമല്ല. ഇതിൽ ഏറ്റവും വെയിറ്റ് കൂടിയ ഗോൾഡ്? വെയിറ്റ് കൂടിയ 5-6 വള ഉണ്ട്. അതിന് ഞാൻ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇത് ചെറിയൊരു സംഭവമാണ്, ഒരു വളയാണ്. കാണാൻ ഇങ്ങനെയുള്ളൂ. ഇത് ജാഗ്വാറാണ്. ഇത് 140 ഗ്രാം ഉണ്ട്. 140 ഓൾമോസ്റ്റ് 18-20 പവൻ വരും. 20 പവൻ. ഇങ്ങനെ 100 ഗ്രാമിന് 13 പവന്, 400 17-18 പവൻ ഉണ്ടാവും. അത് ഒരു വള. ഈ ഒരു വള ആക്കാൻ ഇന്ന് 30 ലക്ഷം വേണം. ഓ, ഇന്നത്തെ ഞാൻ ഇത് ഏകദേശം എത്ര പറഞ്ഞേ? 140 ഗ്രാം. 140 ഗ്രാം ഏകദേശം ഇന്ത്യൻ മണി എന്ന് പറയുമ്പോൾ 30 ലക്ഷം വേണം ഇന്നത്തെ വിലക്ക്. ഞാൻ ആക്കുമ്പോൾ അത്ര ഇല്ല. ഇന്നത്തെ വിലക്ക് 30 ലക്ഷം റുപ്യ. ഇത് 130 ഗ്രാമാണ്. 130. ഇത് രണ്ടും ചേർന്ന് 1/4 കിലോയുടെ വില. ഇതൊക്കെ ഇങ്ങനെ ഇടാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ഒക്കെ ഇട്ട് നോക്കട്ടെ. 130 ഗ്രാം. അപ്പൊ സാറിന്റെ ദേഹത്ത് ഇപ്പൊ ഏകദേശം 4 കോടിന് മേലുണ്ട് ഇന്നത്തെ വിലക്ക്. ഞാൻ പറഞ്ഞില്ല, ഞാൻ തുടങ്ങിയത് 2007 ആ സമയത്ത് ഭയങ്കര കുറവായിരുന്നു വില. ഞാൻ മേടിക്കുമ്പോൾ ഗ്രാമിന് 1000 രൂപ ആയിരുന്നു. 8 ഗ്രാമിന് 8000. ഇന്ന് 8 ഗ്രാമിന് 1 സംതിങ്ങിന്റെ മോളിൽ കയറിയിട്ടുണ്ട്. അപ്പം ആ സമയത്താണ് സാറ് ഇൻട്രസ്റ്റ് തോന്നിയത്. തുടങ്ങി സ്റ്റാർട്ടായി, ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ വിചാരിച്ചു, എനിക്ക് ആദ്യം പൊന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം മെല്ലൻ അങ്ങനെ തുടങ്ങി ഈ ലെവലിലെത്തി. ഇപ്പം എനിക്ക് ഒരു 5 കിലോയുടെ പ്ലാനാണ്. അത് പറ്റൂല എന്ന് എനിക്കറിയാം. ബിക്കോസ് എൻ്റെ ഏജ് ഇപ്പോൾ 56. ഒരു 4-5 വർഷം കൂടി ഇടാമെന്ന് എനിക്കൊരു തോന്നല്. ഒരു 3.5 കിലോന്റെ ആക്കേണ്ട പ്ലാൻ ഉണ്ട്. അവിടെ നമ്മൾ അക്കൗണ്ടബിലിറ്റി വേണം. ഇതെല്ലാം ഇവിടെ വെറുതെ എന്തിൻ്റെ നമ്മുടെ സ്വത്തെല്ലാം വിറ്റിട്ടൊന്നും പൊന്നൊന്നും ഇടാൻ പറ്റില്ല. സോ വി ഹാവ് ടു ഷെയർ അക്കൗണ്ടബിൾ ടു ദ. അല്ലെ സാറേ, ഞാൻ ചോദിക്കട്ടെ, സാറിപ്പം ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്കറിയാം. അതെ. പ്രത്യേകിച്ചിട്ട് ഞാൻ തന്നെ സാറിനെ എനിക്ക് തോന്നുന്നത് ഒരു വർഷമായി ഫോളോ ചെയ്യുന്നുണ്ട് അല്ലേ? വാട്സപ്പിൽ മാത്രം വോയിസ് കോൾ. അതിനുശേഷം ഇന്നാണ് നമുക്ക് കണ്ടുമുട്ടാൻ പറ്റിയത്. അപ്പൊ ഇത്രയും യാത്രയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയും വലിയൊരു ആഭരണ ശേഖരമൊക്കെ നമ്മൾ എങ്ങനെ സേഫായിട്ട് നമുക്ക് റൂമിലും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുമോ? എന്തെങ്കിലും ബുദ്ധിമുട്ട്? ഇതുവരെ അങ്ങനത്തെ ഒരു ത്രെറ്റ് എനിക്ക് വന്നിട്ടില്ല. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടാണ് കാണുന്നത്. ബട്ട് ഇതില്ലെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ട് പോലെ തോന്നും. അങ്ങനെ ഞാൻ അഡിക്റ്റ് ആയി പോയി അതിന്. ബട്ട് ഇതില്ലാണ്ട് ഞാൻ പുറത്ത് വരില്ല.
ഒറ്റക്കാൻ ഞാൻ നടക്കുക. അതാ ഞാൻ പറഞ്ഞത്, ഇത്രയും ആഭരണമിട്ട് ഒറ്റക്ക് നടക്കുന്ന ഇന്ത്യയിൽ ആരും ഇല്ലെന്ന് പറയാൻ കാരണം അതാണ്. ഇതിലും അധികം ഇടുന്ന ആൾക്കാരുണ്ട് ഇന്ത്യയിൽ. ഇപ്പം 4 കോടി സ്വർണ്ണിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. ഒറ്റക്ക് നടക്കുന്ന ആൾക്കാരില്ല. ഒറ്റക്ക് നടക്കുന്ന ദിവസം, ഒരു ദിവസമല്ല, ദിവസം ഞാൻ 10-16 വർഷം ഒറ്റക്കാൻ നടക്കുന്നത്. ഇന്നും ഞാൻ ഷിമോഗന്ന് 16 വർഷമായിട്ട് ഷിമോഗ കർണാടകയിലാണ് ഇദ്ദേഹത്തിന്റെ വീട്. പക്ഷെ ഇദ്ദേഹത്തിന് മലയാളിയായിട്ട് നല്ല ബന്ധമുണ്ട്. മലയാളിയാണ്. വൈഫ് കണ്ണൂർ അല്ലേ? അല്ല, ചാലാടാണ് വൈഫിന്റെ വീട്. ഞാൻ കുറെ ആയിട്ട് ഇദ്ദേഹത്തിന് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെയാണ് ഞാൻ ഇത് ഇങ്ങനൊരു മനുഷ്യനെ ഒന്ന് കണ്ടുമുട്ടണം എന്നുള്ള ഒരു ഇത്. ഇപ്പൊ റെഡ് ലാൻഡ് ആഷ്ലിൻ മോട്ടർ എൻ്റെ കമ്പനീൻ്റെ എൻ്റെ അല്ല, ഞാൻ അവിടെ ജോലി ചെയ്യുന്ന കമ്പനീൻ്റെ പേരാണ്. നമ്മുടെ ബോസിൻ്റെ പേരാണ് ആന്റണി ആഷ്ലിൻ ചെമ്മന്നൂർ. സോ ഫാക്ടറി ഉള്ളത് ഇവിടെയാണ്, ഇവിടെ കോയമ്പത്തൂർ. കമ്പനി തൃശ്ശൂരാണ്. ഇത് എന്താ കമ്പനി? നമ്മൾ വൈക്കോൽ കട്ടുന്ന മെഷീൻ ഉണ്ടല്ലോ, നമ്മൾ അഗ്രികൾച്ചർ ഇംപ്ലിമെന്റ് അതുണ്ട്, ഹാർവെസ്റ്റർ ഉണ്ട്, ഹെയറേക്ക് ഉണ്ട്. കൃഷി സംബന്ധമായ സെപ്പറേറ്റ് ഗ്രൂപ്പ് ആണ്. 2 ഗ്രൂപ്പ് ഉണ്ട്. ഇത് ഒന്ന് ജ്വല്ലറിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, കൃഷി സംബന്ധമായിട്ട് ഒരു ഗ്രൂപ്പ്. ആ കൃഷി സംബന്ധമായിട്ട് ഗ്രൂപ്പിന്റെ ഞാൻ ഡയറക്ടർ. താങ്കൾക്ക് മാത്രമാണോ ഫാമിലിയിൽ ഇങ്ങനത്തെ ഒരു ബ്രഹ്മ ഉള്ളത്? എന്റെ മോൻ ഇപ്പം കുറച്ച് തുടങ്ങിയിട്ടുണ്ട്. വൈഫിന് അത്ര ഇല്ല. മോൻ എത്ര വയസ്സായി? മോനിപ്പോ 27 വയസ്സായി. 27 വയസ്സായി. അവനും ഞാൻ പറഞ്ഞു തുടങ്ങി. നീ നെയ്ച്ചോ, നീ ഇട്ടോ, എന്റെ കാലം കഴിഞ്ഞാൽ ഇതെല്ലാം നീ എടുത്തോ. ഇപ്പൊ അത്യാവശ്യം ആഭരണങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ചിരാഗ് ബാംഗ്ലൂരിൽ ജോലിയില്ല. വൈഫിന് ഇങ്ങനത്തെ താല്പര്യം. സാധാരണ സ്ത്രീകൾക്കാണ് ഗോൾഡിനോട് താല്പര്യം ഉണ്ടാവില്ല. ബട്ട് ഞാൻ പറയുന്നില്ല, വൈഫ് എന്ന ഇത്ര ഇടാൻ വിട്ടല്ലോ, അതന്നെ ഞാൻ വലിയ ലക്കിയാണ്. ഇല്ലെങ്കിൽ ഏത് വൈഫാണ് ഹസ്ബൻഡിനെ ഇത്ര ഇട്ടിട്ട് പുറത്തയച്ച് ഏത് ധൈര്യത്തിലയക്കുക? ഞാൻ പറയുന്നത് എന്നെക്കാട്ട് ധൈര്യം എൻ്റെ വൈഫിനാ. അല്ല, എനിക്ക് ഇപ്പോഴും കാരണം എന്താ വെച്ചാൽ സാറിപ്പം പറയുന്നു 4 കോടി റുപ്യന്റെ സ്വർണം ഈ 4 കോടി റുപ്യന്റെ ഇതിപ്പോ സാർ ഒറ്റക്കാ ഡ്രൈവ് ചെയ്ത് പോകുന്നു. സാർ ഓരോ സ്ഥലങ്ങളിൽ താമസിക്കുന്നു അല്ലെ? അവിടൊക്കെ ഇത് നമുക്കിത് വെക്കാനുള്ള ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ഒരു നിങ്ങൾ പേടിച്ചാൽ അത് അങ്ങനെ പോവുക. അത് പോകേണ്ട സമയത്ത് അത് പോകും. ഞാൻ വിശ്വസിക്കുന്ന വിധിയാ. ഭയം വേണ്ട, ഒരു ഭയം വേണ്ട. എന്തിനാ ഭയക്കുന്നത്? മുമ്പോട്ട് പോകാനുള്ളത് നിങ്ങൾ ഭയന്നാലാണ് ആൾക്കാരെ ഭയപ്പെടുത്തിക്കുന്ന ആൾക്കാരുണ്ടാവും. അതാണ് എന്റെ മുമ്പോട്ട് പോകാനല്ലേ ധൈര്യമായിട്ട് ഭയം ഒന്നും വേണ്ട. എത്ര സമ്പാദിച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ആ ഒരു കാര്യമില്ല. ഒരു 16 വർഷത്തിന് ഞാൻ ഇതുവരെ 1% അങ്ങനത്തെ ഭയം എനിക്ക് വന്നിട്ടില്ല. എന്റെ പിന്നാലെ ആൾക്കാർ ചേസ് ചെയ്യൂ ഫോട്ടോ എടുക്കാൻ. ബട്ട് അങ്ങനത്തെ ഒരു പ്രശ്നം ഇതുവരെ എനിക്കായിട്ടില്ല. ഇതുവരെ സാധാരണ ചെറിയ ഇപ്പം 10 പവന്റെ മാലയും ഒക്കെ ഇട്ടു പോകുന്ന ആൾക്കാർക്ക് തന്നെ ഈ കല്യാണത്തിന് അതിന്റെ ലോജിക് പറയട്ടെ. 10 പവനോ 15 പവനോ ഇട്ട് പോകുന്ന ആൾക്കാരുടെ അടുത്ത് ആയുധം ഉണ്ടാവില്ല. ഞാൻ ഇത്ര ഇട്ട ആൾ ഒന്നും ഇല്ലാണ്ട് പോകുന്ന ആ ഭയം അവർക്ക് ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പൊ അത്രേ ഉള്ളൂ. എല്ലാം മൈൻഡ് ഗെയിമാ. ഗണ്ണുണ്ടോ? അതെല്ലാം എനിക്കിപ്പോ ഇവിടെ പറയുന്നില്ല. അത് പറയുകയും ചെയ്യരുത്. അത് വേണ്ട. അപ്പൊ ഒറ്റ ആള് വെറും ഇത്ര ധൈര്യമായിട്ട് പോകണമെങ്കിൽ ഒന്നും ഇല്ലാണ്ട് ആ ധൈര്യം ഉണ്ടാവില്ല എന്നൊരു ഭയം അവർക്കുണ്ടാവും. അത് സത്യം. അതൊരു ലോജിക്ക്. അത് ഓക്കെ, അത് കറക്റ്റ് ആണ് സാറ് പറഞ്ഞത്. ഇപ്പം 4 കോടി റുപ്യന്റെ സ്വർണം ധരിച്ച ഒരാൾ യാത്ര ചെയ്യുമ്പം അദ്ദേഹത്തിന് യാത്ര ചെയ്യാനുള്ള ഇന്ത്യയിൽ അതിന് സാഹചര്യമുണ്ട്, അതിന്റെ കൂടെ അദ്ദേഹത്തിന് ഒരു കപ്പാസിറ്റിയും ഉണ്ട് എന്നുള്ളത് ഓക്കെയാണ്. ബാക്കി കാണുന്ന ആൾക്കാർ കുറെ ആൾക്കാർ നെഗറ്റീവും പറയും, പോസിറ്റീവും പറയും. ഞാൻ ആരെ കമന്റ് നോക്കാനും പോകില്ല. ബിക്കോസ് എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും. ഓക്കെ സാറേ, നമ്മളെ ആൾക്കാർക്ക് നമ്മുടെ സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സിന്റെ ടീമിന് ഒരു ഓണാശംസ. എനിക്ക് മലയാളം ഇത്ര അറിയോ, അത്ര ഫ്ലുവൻ്റ് ആയിട്ട് അറിയില്ല. എന്നാലും നിങ്ങളുടെ ടീമിന് എല്ലാവർക്കും ഓണാശംസകൾ. സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സ് എല്ലാം ഞാൻ ഈ മുഖാന്തരം പറഞ്ഞ ഇവരെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇമീഡിയറ്റ് ഇന്നേക്ക് സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മളെ നമ്മളെ മഹാബലി എന്ന് പറയുന്ന സങ്കല്പത്തിൽ നിന്ന് ഞാൻ മാറ്റിയിട്ട് ഇദ്ദേഹത്തിനാണ് ഇന്ന് കാണാൻ ആഗ്രഹിച്ചത്. ഇദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഒരു വർഷം പോലും വെയിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ, മിക്കവാറും കോളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ കൂടെയാണ് നമ്മുടെ ഈ ഓണം ആഘോഷ പരിപാടി. എന്തായാലും എല്ലാവർക്കും ഒരു ഓണാശംസ. കമ്പനിയുടെ പേര് ഞാൻ പറഞ്ഞല്ലോ, റെഡ് ലാൻഡ് ആഷ്ലിൻ മോട്ടോഴ്സ് തൃശ്ശൂർ. ഓണറിന് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഓണറിൻ്റെ പേരാണ് ആന്റണി ആഷ്ലിൻ ചെമ്മന്നൂർ. അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ഞാൻ അഗ്രികൾച്ചർ ബന്ധപ്പെട്ടതിന് ഡയറക്ടറാണ്. അവരെ കുറേ ബിസിനസ് ഉണ്ട്, വേൾഡ് വൈഡ് ബിസിനസ് ഉണ്ട്. ഞാൻ അവർ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് വൺ ഓഫ് ദ ഡയറക്ടറാണ്, സെയിൽസ് ഹെഡാണ്. ഓക്കെ, താങ്ക് യു. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം.